ഈ ലോട്ടറി അടിച്ച ആളുകൾക്ക് വീണ്ടും വീണ്ടും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ നോട്ടീസ് വരുന്നു എന്നതിനെക്കുറിച്ച് നമ്മൾ ഒരുപാട് വീഡിയോസ് ഇതിന് മുൻപ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോയ്ക്ക് വന്നിരുന്ന ഒരു നല്ല കമന്റും നമുക്ക് നോക്കാം. എന്താണ് നമുക്കതിൽ ചെയ്യാനായിട്ട് കഴിയുക എന്ന് നമുക്ക് നോക്കാം. അതായത് ലോട്ടറിയുടെ ഫസ്റ്റ് പ്രൈസ് അടിച്ചവന് സർക്കാരിന് എടുക്കാവുന്ന എല്ലാ ടാക്സും നികുതികളും എടുത്ത് ബാക്കി കൊടുത്താൽ പിന്നെ ലോട്ടറി അടിച്ചവരെ പിന്നെ എന്തിനാണ് വീണ്ടും വീണ്ടും ബുദ്ധിമുട്ടിക്കുന്നത്? ഈ നികുതി അല്ലെങ്കിൽ ആ നികുതി, ഈ ടാക്സ്, ആ ടാക്സ് കേന്ദ്ര സർക്കാരിൻ്റെ ടാക്സ്, കേരള സർക്കാരിൻ്റെ ടാക്സ് എന്നൊക്കെ പറഞ്ഞ് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാതെ കയ്യിൽ കിട്ടുന്ന പണം അവർക്ക് അവരുടെ ഇഷ്ടാനുസരണം ചെലവഴിക്കാനായിട്ട് പറ്റണം. ഈ ലോട്ടറി വകുപ്പ് അതിനുള്ളൊരു മാനദണ്ഡമാണ് കൊണ്ടുവരേണ്ടത് എന്നാണ് ഒരു സുഹൃത്ത് പറഞ്ഞിരിക്കുന്നത്. മറ്റൊരാൾ മെസ്സേജ് അയച്ചിരിക്കുന്നത്, എൻ്റെ അടുത്ത് താമസിക്കുന്ന ഒരാൾക്ക് 1 കോടി രൂപ ലോട്ടറി അടിച്ചു, ഇപ്പോൾ കടം കയറി നശിച്ചു, ഇപ്പോൾ വാടകയ്ക്കാണ് താമസിക്കുന്നത്, 15 ലക്ഷം രൂപയൊക്കെ ടാക്സ് അടയ്ക്കണം എന്ന് പറഞ്ഞ് നോട്ടീസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ 2 കാര്യങ്ങളുള്ളത്. ഇതിൽ സെൻട്രൽ ഗവൺമെന്റ് ആണ് ഇൻകം ടാക്സുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ മെയിൻലി വരുന്നൊരു ഇഷ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോട്ടറി അടിക്കുന്ന ടാക്സിന്റെ 30% മാത്രമാണ് TDS ആയിട്ട് പിടിക്കുന്നത്. അതിന് ശേഷം ചിലപ്പോൾ സർചാർജ് സെസ് എന്നൊക്കെ പറഞ്ഞ് വീണ്ടും ഒരുപാട് എമൗണ്ട് ടാക്സ് അടയ്ക്കാനായിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇവരിത് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുമ്പോഴാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അടയ്ക്കേണ്ടതായിട്ടുള്ളത്. അപ്പോൾ ഇതിൽ കാതലായിട്ടുള്ളൊരു മാറ്റം കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നത് സെൻട്രൽ ഗവൺമെന്റിനാണ്. അപ്പോൾ അവർ ഈ ലോട്ടറി അടിക്കുമ്പോൾ തന്നെ എത്ര എമൗണ്ട് ഒക്കെയാണോ ടാക്സ് ആയിട്ടുള്ളത്, എല്ലാ ടാക്സും ആയിട്ടുള്ളത്, ഈ എല്ലാ ടാക്സും പിടിച്ചു കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ള പൈസ റിലീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള കൺഫ്യൂഷൻസ് ഒഴിവാക്കാനായിട്ട് പറ്റും. മാത്രമല്ല, ഇതിനെക്കുറിച്ച് നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെൻറ് ഒരു ബോധവൽക്കരണം ലോട്ടറി അടിച്ച ആളുകൾക്ക് നടത്തുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരുപാട് ഇതുപോലെയുള്ള കൺഫ്യൂഷൻസ് ഒഴിവാക്കാനായിട്ട് പറ്റും. അപ്പോൾ ലോട്ടറി അടിക്കുന്ന ആളുകൾ അതിൽ ഒരു ഫിനാൻഷ്യൽ എക്സ്പെർട്ടിനെയൊക്കെ കണ്ട് അതിൻ്റെ ടാക്സ് കംപ്ലയിൻസുകളെല്ലാം ശരിയാക്കിയിട്ടുണ്ട് എന്ന് തീർച്ചയായിട്ടും ഉറപ്പുവരുത്തുക. ടാക്സുമായോ പേഴ്സണൽ ഫിനാൻസുമായോ ബന്ധപ്പെട്ട് നിങ്ങൾക്കുള്ള സംശയങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ ഒരു വോയിസ് മെസ്സേജായോ ടെക്സ്റ്റ് മെസ്സേജായോ അയക്കുക. ചോദ്യങ്ങളുടെ പ്രാധാന്യം അനുസരിച്ച് റിപ്ലൈ തരുന്നതാണ്. ഫിനാൻസ് ആൻഡ് ടാക്സ് അപ്ഡേറ്റ്സിനായിട്ട് നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക.